Today, our topic is about magnetizing current used in magnetic particle inspection techniques. These are the types of magnetizing currents used: alternating current, direct current, and half wave rectification. Okay. Then first one is alternating current. അപ്പോൾ നമ്മൾ മൂന്ന് കറണ്ടുകളാണ് നമ്മൾ കൊടുക്കുക. മാഗ്നറ്റൈസേഷൻ പർപ്പസിന് വേണ്ടി ആൾട്ടർനേറ്റിംഗ് കറണ്ട് കൊടുക്കും, അതുപോലെ ഡയറക്റ്റ് കറണ്ട് കൊടുക്കും, ഹാഫ് വേവ് റെക്ടിഫൈഡ് ആയിട്ടുള്ള കറണ്ടും സപ്ലൈ ചെയ്യും. കാരണം കറണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എ സി ഈസ് യൂസ്ഡ് ഫോർ ഡിറ്റക്ഷൻ ഓഫ് സർഫസ് ഡിസ്കണ്ടിന്യൂറ്റീസ്. അപ്പോൾ എ സി കറണ്ട് കൂടുതലും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് സർഫസിലുള്ള ഡിസ്കണ്ടിന്യൂറ്റീസിന് ചെക്ക് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. ഇറ്റ് പ്രൊവൈഡ്സ് മാക്സിമം ഫ്ലക്സ് ഡെൻസിറ്റി ഓൺ ദ സർഫസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എ സി ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ അപ്പോൾ അവിടെ മാക്സിമം ഫ്ലക്സ് ഡെൻസിറ്റി സർഫസിൽ ഫോക്കസ് ചെയ്യുന്ന രീതിയിൽ ഉള്ളൊരു മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ സർഫസിലുള്ള ക്രാക്കുകൾ, ഡിസ്കണ്ടിന്യൂറ്റീസ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സ്യൂട്ടബിളാണ് എ സി. അതുപോലെ തന്നെ പാർട്ടിക്കിൾ മൊബിലിറ്റി ഈസ് ബെറ്റർ അണ്ടർ എ സി. എ സി സോഴ്സ് നമ്മൾ ഉപയോഗിക്കുമ്പോഴാണ് പാർട്ടിക്കിൾ മൊബിലിറ്റി ബെറ്റർ ആയിട്ട് വരിക. It is relatively easy to demagnetize. The shallow penetration of flux makes EC ineffective for subsurface discontinuities. അപ്പം നമ്മൾ പറഞ്ഞു എ സി സോഴ്സ് ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്ക് സർഫസിലുള്ള ഡിസ്കണ്ടിന്യൂറ്റീസ് കണ്ടുപിടിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ആയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സബ് സർഫസിലുള്ള ഡിസ്കണ്ടിന്യൂറ്റീസിന് എ സി സോഴ്സ് സ്യൂട്ടബിൾ അല്ല. ദെൻ ഡയറക്റ്റ് കറണ്ട്. Direct current is used for detection of both surface and subsurface discontinuities. സർഫസിലുള്ള ഡിസ്കണ്ടിന്യൂറ്റീസും അല്ലെങ്കിൽ ഡിഫക്റ്റുകൾക്കും സബ്സർഫസിലുള്ള ഡിഫക്റ്റുകൾക്കും സ്യൂട്ടബിൾ ഡയറക്റ്റ് കറണ്ടാണ്. ഡയറക്റ്റ് കറണ്ട് ഫ്ലോസ് കണ്ടിന്യൂസ്ലി ഇൻ വൺ ഡയറക്ഷൻ അറ്റ് എ കോൺസ്റ്റൻറ്റ് വോൾട്ടേജ്. എ ബാറ്ററി ഈസ് ദ മോസ്റ്റ് കോമൺ സോഴ്സ്. നിങ്ങൾക്കറിയാം എന്താണ് എ സി എന്നും എന്താണ് ഡി സി എന്നും അറിയാം. പക്ഷെ നമുക്ക് അതിവിടെ മാഗ്നറ്റിക് പാർട്ടിക്കിൾ ഇൻസ്പെക്ഷൻ ഉപയോഗിക്കുമ്പോൾ ആ മാഗ്നറ്റിക് പാർട്ടിക്കിൾ ഇൻസ്പെക്ഷൻ്റെ സെൻസിറ്റിവിറ്റി അതെങ്ങനെ ബാധിക്കുന്നു, അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഡിഫക്റ്റിനാണ് എ സി അല്ലെങ്കിൽ ഡി സി സ്യൂട്ടബിൾ എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ബേസിലായിരിക്കും. ഇപ്പോൾ സർഫസിലാണെങ്കിൽ നമ്മൾ സർഫസ് ഡിസ്കണ്ടിന്യൂറ്റീസ് കണ്ടുപിടിക്കുന്നതിനാണെങ്കിൽ എ സി സ്യൂട്ടബിൾ ആണ്, അപ്പോൾ അവിടെ എ സി നമ്മൾ ഉപയോഗിക്കും. സബ് സർഫസിന് വേണ്ടിയാണെങ്കിൽ ഡി സി യൂസ് ചെയ്യും. ഓക്കെ, ഇനി ബാക്കി ഡി സിയെ കുറിച്ചുള്ള കാര്യങ്ങളാണ്. ഇൻ ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽസ് ദ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് ബൈ ഡി സി ജനറലി പെനട്രേറ്റ്സ് ദ എൻറ്റയർ ക്രോസ് സെക്ഷൻ ഓഫ് ദ കമ്പോണൻറ്റ്. അപ്പോൾ എൻറ്റയർ ക്രോസ് സെക്ഷനിലേക്ക് ആ ഡി സി ഉപയോഗിച്ചുകൊണ്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ ഡി സി സോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അത് എൻറ്റയർ ക്രോസ് സെക്ഷനിലേക്ക് പെനട്രേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ സബ് സർഫസ് ഡിഫക്റ്റുകൾക്ക് കൂടുതലും സ്യൂട്ടബിളായിട്ട് വരിക ഡി സി ആയിരിക്കും. ദെൻ ഹാഫ് വേവ് റെക്ടിഫിക്കേഷൻ. It provides high flux density for the same average current. Full penetration of flux into object permits detection of subsurface discontinuities. ഹാഫ് വേവ് റെക്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഡി സി അല്ല, എന്നാൽ എ സി അല്ല, അതിനിടയ്ക്ക് വരുന്ന നിങ്ങൾക്കറിയാം, ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് ഹാഫ് വേവ് റെക്ടിഫിക്കേഷൻ പ്രോസസ്സ്. അപ്പം ഹാഫ് വേവ് നമ്മൾ റെക്ടിഫയർ യൂസ് ചെയ്തുകൊണ്ട് ഹാഫ് വേവ് റെക്ടിഫൈഡ് ആയിട്ടുള്ള കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതിൻ്റെ ബേസിൽ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. Here, SWAC can be obtained from the same test equipment as AC by addition of a rectifier and a switch. ഇനി ഈ ഒരു കറണ്ട് യൂസ് ചെയ്തുകൊണ്ട് ബെറ്റർ പാർട്ടിക്കിൾ മൊബിലിറ്റി ഉണ്ട്. ഓൾസോ ഇറ്റ് ഈസ് റിലേറ്റീവ്ലി ഡിഫിക്കൽട്ട് ടു ഡീമാഗ്നറ്റൈസ്. ഡീമാഗ്നറ്റൈസ് ചെയ്യാൻ ഡിഫിക്കൽട്ടാണ് ഈ ഒരു കറണ്ട് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ മാഗ്നറ്റൈസേഷൻ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ. ഇനി എക്യുപ്മെൻറ്റ്സ് യൂസ്ഡ് ഫോർ മാഗ്നറ്റിക് പാർട്ടിക്കിൾ ഇൻസ്പെക്ഷൻ. ഇവിടെ നമുക്ക് ഈ MPI എക്യുപ്മെൻറ്റ്സ് സെർവ് ദ ഫോളോയിങ് പർപ്പസ്. നമ്മൾ മാഗ്നറ്റിക് പാർട്ടിക്കിൾ ഇൻസ്പെക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന എക്യുപ്മെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ പർപ്പസ് എന്താണെന്ന് ചോദിച്ചാൽ സഫീഷ്യൻറ്റ് പവർ ഓഫ് റൈറ്റ് ടൈപ്പ്. നമുക്ക് ആവശ്യമുള്ള ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ കറണ്ട് അല്ലെങ്കിൽ പവർ കറക്റ്റ് സമയത്ത് നമുക്ക് കിട്ടണം. സ്യൂട്ടബിൾ കോണ്ടാക്റ്റ് ആൻഡ് കോയിൽസ്. നമുക്ക് കോയിൽസ് എക്യുപ്മെൻ്റായിട്ട് നമുക്കറിയാം, ഇലക്ട്രോമാഗ്നറ്റിക് യോക്ക് ആകാം, മേ ബി കോയിലാകാം. അപ്പോൾ സ്യൂട്ടബിൾ ആയിട്ടുള്ള കോയിലും അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ സർക്യൂട്ട്സ്, കോണ്ടാക്ട്സ് വേണം. അതുപോലെ തന്നെ കൺവീനിയൻറ്റ് മീൻസ് ഫോർ അക്കംപ്ലിഷിംഗ് പ്രോപ്പർ മാഗ്നറ്റൈസേഷൻ വിത്ത് റെസ്പെക്ട് ടു ഫീൽഡ്സ്. അതായത് നമുക്ക് പ്രോപ്പറായിട്ടുള്ളൊരു മാഗ്നറ്റിക് ഫീൽഡും അതിൻ്റെ സ്ട്രെങ്തും പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു മാഗ്നറ്റൈസേഷൻ പ്രോസസ്സ് വേണം.
മീൻസ് ഓഫ് അപ്ലൈയിങ് ദ മാഗ്നറ്റിക് പാർട്ടിക്കിൾസ് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സജ്ജീകരണം ഉണ്ടാവണം. വെൽ ലൈറ്റഡ് സ്പേസ് ഓർ കെയർഫുൾ എക്സാമിനേഷൻ. ഇനി നമ്മളത് എക്സാമിൻ ചെയ്യുന്ന സമയത്ത് ഫ്ലൂറസൻ്റ് ആണെങ്കിൽ യു വി ലൈറ്റ് വേണം. അതുപോലെ തന്നെ വിസിബിൾ പെനട്രൻ്റ് ആണെങ്കിൽ ആർട്ടിഫിഷ്യൽ ഓർ ഡേ ലൈറ്റ് അത് സ്യൂട്ടബിളായിട്ട് വരുന്ന രീതിയിൽ എക്യുപ്മെൻറ്റ് ഉണ്ടാകണം. അപ്പോൾ ഇതൊക്കെയാണ് ഒരു MBA എക്യുപ്മെൻ്റ് മെയിൻ ആവശ്യകതകൾ. ഇനി മെയിൻ കാറ്റഗറീസ് ഓഫ് എക്യുപ്മെൻറ്റ്സ് യൂസ്ഡ് ഇൻ MBAയിൽ ഉപയോഗിക്കുന്ന എക്യുപ്മെൻറ്റിനെ നമ്മൾ മൂന്നായിട്ട് തിരിക്കുന്നു. ഒന്ന് മാഗ്നറ്റൈസേഷൻ എക്യുപ്മെൻറ്റ്, ദെൻ പോർട്ടബിൾ പവർ സപ്ലൈസ്, ദെൻ ലൈറ്റിംഗ് എക്യുപ്മെൻറ്റ്. നമുക്കറിയാം മാഗ്നറ്റൈസേഷൻ വേണം, അതിന് ഉപയോഗിക്കുന്ന എക്യുപ്മെൻറ്റ്സ്. ഇപ്പോൾ ഉദാഹരണം ഇലക്ട്രോ മാഗ്നറ്റിക് യോക്ക് ആണെങ്കിൽ അങ്ങനെ. അപ്പോൾ അതിനുവേണ്ടി ഒരു എക്യുപ്മെൻറ്റ് വേണം. ദെൻ ആ എക്യുപ്മെൻറ്റ് സപ്ലൈ ചെയ്യാൻ നമുക്ക് ആവശ്യമായ പവർ വേണം. ദെൻ ലൈറ്റ് സോഴ്സ് വേണം നമുക്ക് ഇൻസ്പെക്ഷന് വേണ്ടി. അപ്പോൾ എക്യുപ്മെൻറ്റ്സ് യൂസ്ഡ് ഇൻ MBA: പോർട്ടബിൾ പവർ സപ്ലൈസ്, മാഗ്നറ്റൈസേഷൻ എക്യുപ്മെൻറ്റ്സ്, ലൈറ്റിംഗ് എക്യുപ്മെൻറ്റ്സ്. അതിൽ മാഗ്നറ്റൈസേഷൻ എക്യുപ്മെൻറ്റ്സ് സ്റ്റേഷനറി മാഗ്നറ്റൈസേഷൻ എക്യുപ്മെൻ്റ് ഉണ്ട്, പോർട്ടബിൾ മാഗ്നറ്റൈസേഷൻ എക്യുപ്മെൻ്റ് ഉണ്ട്. പോർട്ടബിളിൽ പെടുന്നതാണ് പെർമനൻറ്റ് മാഗ്നറ്റ്, ഇലക്ട്രോ മാഗ്നറ്റ്, പ്രോഡ്സ്, പോർട്ടബിൾ കോയിൽസ്. ഇനി ലൈറ്റിംഗ് എക്യുപ്മെൻറ്റിൽ തന്നെ ലൈറ്റിംഗ് ഫോർ വിസിബിൾ കളേർഡ് പാർട്ടിക്കിൾസ് ഉണ്ട്, ലൈറ്റിംഗ് ഫോർ ഫ്ലൂറസൻറ്റ് പാർട്ടിക്കിൾസ് ഉണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ MBA എക്യുപ്മെൻറ്റ്സ് ഒരു ട്രീ പോലെ കൺസിഡർ ചെയ്യുക. ദെൻ ഫസ്റ്റ് മാഗ്നറ്റൈസേഷൻ എക്യുപ്മെൻറ്റ്സ്. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കണ്ടതായിരുന്നു. ഇലക്ട്രോ മാഗ്നറ്റിക് യോക്ക്, അതുപോലെ തന്നെ ത്രെഡിങ് ബാറ്, കോയിൽസ്, ഇതൊക്കെ നമ്മൾ കണ്ടതായിരുന്നു ഡീറ്റെയിൽ ആയിട്ട്. അപ്പോൾ ഇനിമേ മാഗ്നറ്റൈസേഷൻ എക്യുപ്മെൻറ്റ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എപ്പോഴും മാഗ്നറ്റിക് ഫീൽഡ് ഇൻഡ്യൂസ്ഡ് ഇൻ ദ പാർട്ട് മസ്റ്റ് ഇൻ്റർസെപ്റ്റ് ദ ഡിഫക്റ്റ് അറ്റ് 45 to 90 ഡിഗ്രി ആംഗിൾ. അപ്പോൾ 45 ഡിഗ്രി അല്ലെങ്കിൽ 90 ഡിഗ്രിയിൽ ഇൻ്റർസെക്ഷൻ വരുന്ന രീതിയിലേക്ക് സെറ്റ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എങ്കിലേ നമുക്ക് ആ ഡിഫക്റ്റുകൾ ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റൂ. Flows that are 90 degrees to the magnetic field will produce the strongest indications because they interrupt more of the magnetic flux. അപ്പോൾ അതായത് മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ളൊരു ഡിഫക്റ്റ് ആണെങ്കിൽ അത് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെ ഇൻട്രപ്റ്റ് ചെയ്യുന്നത് മോറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ക്രാക്കിൻ്റെ ഇൻഡിക്കേഷൻ നമുക്ക് കൂടുതൽ വിസിബിൾ ആയിരിക്കും. ഇനി മാഗ്നറ്റിക് പാർട്ടിക്കിൾ ടെസ്റ്റിംഗ് എക്യുപ്മെൻറ്റ് നമ്മൾ രണ്ടായിട്ട് തിരിച്ചു. പോർട്ടബിൾ ടൈപ്പ് ഉണ്ട്, സ്റ്റേഷനറി ടൈപ്പ് ഉണ്ട്. അതിൽ പോർട്ടബിളാണ് പെർമനൻറ്റ് മാഗ്നറ്റ്, ഇലക്ട്രോ മാഗ്നറ്റിക് യോക്സ്, പ്രോഡ്സ്, പോർട്ടബിൾ കോയിൽസ്. അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മാഗ്നറ്റൈസേഷൻ മെത്തേഡ്സിൽ കണ്ടതായിരുന്നു. അതിന് പെർമനൻറ്റ് മാഗ്നറ്റ് നമ്മൾ പെർമനൻറ്റ് മാഗ്നറ്റ് ഉപയോഗിച്ചുകൊണ്ട് ലോങ്ങിറ്റ്യൂഡിനൽ മാഗ്നറ്റിക് വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ മാഗ്നറ്റിൻ്റെ സ്ട്രെങ്ത് അനുസരിച്ചിരിക്കും മാഗ്നറ്റ് സ്ട്രോങ് മാഗ്നറ്റോ വീക്ക് മാഗ്നറ്റോ യൂസ് ചെയ്യും. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ അനുസരിച്ച് ആ മാഗ്നറ്റിൻ്റെ സ്ട്രെങ്ത് മാറുന്നു. ഓക്കെ, ദെൻ ഈ കാണുന്നതാണ് പെർമനൻറ്റ് മാഗ്നറ്റ്. ആ പെർമനൻറ്റ് മാഗ്നറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ക്രാക്ക് ഐഡൻറ്റിഫൈ ചെയ്യുന്നു അല്ലെങ്കിൽ ഡിഫക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യുന്നു. ഇതെല്ലാം പെർമനൻറ്റ് മാഗ്നറ്റ് ആണ്. ദെൻ ഇലക്ട്രോ മാഗ്നറ്റിക് യോക്ക് നമ്മൾ യൂസ് ചെയ്യുന്നു. AC അല്ലെങ്കിൽ DC ഇലക്ട്രോ മാഗ്നറ്റിക് യോക്ക് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ മാഗ്നറ്റൈസേഷൻ അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ദിസ് യൂണിറ്റ് ക്യാൻ ബി യൂസ്ഡ് വിത്ത് AC ആൻഡ് ഓൾസോ അവൈലബിൾ ഇൻ DC ഫ്രം എ ബാറ്ററി പാക്ക്. ദിസ് ടൈപ്പ് ഓഫ് മാഗ്നറ്റ്സ് ജനറേറ്റ്സ് എ വെരി സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻ എ ലോക്കൽ ഏരിയ. അപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് യോക്കിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് വേരി ചെയ്യാൻ പറ്റും അപ്ലൈ ചെയ്യുന്ന കറണ്ടിൻ്റെ ഇൻറ്റൻസിറ്റി അനുസരിച്ച് എന്നുള്ളതാണ്. അതുപോലെ തന്നെ അതിൽ ലെഗ്സ് അഡ്ജസ്റ്റബിൾ ആണ്. അതുകൊണ്ട് തന്നെ കോർണർ ഉണ്ടെങ്കിൽ കോർണർ ഏരിയാസിൽ അല്ലെങ്കിൽ ഫ്ലാറ്റ് ആയിട്ടുള്ള ഏരിയാസിലൊക്കെ കുറച്ചും കൂടെ സ്യൂട്ടബിൾ ആയിട്ട് നമുക്ക് ഇലക്ട്രോ മാഗ്നറ്റിക് യോക്ക് ഉപയോഗിക്കാൻ സാധിക്കും. നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് യോക്ക് കണ്ടതാണ്. ഒരു യോക്കുണ്ട്, ആ യോക്ക് നമുക്ക് വേണ്ട സ്പെസിമെൻ ഏത് പാർട്ടാണോ ഇൻസ്പെക്ട് ചെയ്യേണ്ടത് ആ പാർട്ടിലേക്ക് വെക്കുന്നു, നമ്മൾ ഇൻസ്പെക്ട് ചെയ്യുന്നു. ഇതെല്ലാം ഇലക്ട്രോ മാഗ്നറ്റിക് യോക്കാണ്. അപ്പോൾ അതിൻ്റെ ലെഗ് നമുക്ക് ഈ ഒരു രീതിയിൽ വെക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പല ഷേപ്പിലുള്ള ഡിവൈസിന് വേണ്ടി യൂസ് ചെയ്യാം. ദെൻ പ്രോഡ്സ് എന്ന് പറയുന്നത് നമ്മൾ ഹാൻഡ് ഹെൽഡ് ഇലക്ട്രോഡ്സ്, അതായത് നമ്മൾ
കൈകൾ ഉപയോഗിച്ച് കൈകൾ ഉപയോഗിച്ച് പിടിക്കുന്ന ഇലക്ട്രോഡ്സുകളാണ്. ആ ഇലക്ട്രോഡ്സിൽ കൂടെ കറണ്ട് സപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് സർക്കുലർ മാഗ്നറ്റിക് ഫീൽഡ് കിട്ടുന്നു. അപ്പോൾ അത് ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു സ്പെസിമെനോ തിന്നായിട്ടുള്ള ഷീറ്റുകൾക്കൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. Prods are handheld electrodes that are pressed against the surface of component to be tested. Current passing between the prods create a circular magnetic field around the prods which is used to detect the defects. അപ്പം ഈ സർക്കുലർ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, അതിൻ്റെ ബേസിൽ നമ്മൾ ഡിറ്റക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ കാണുന്നതെല്ലാം പ്രോഡ്സ് ആണ്. ആ പ്രോഡ്സ് മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് കാണുന്നത്. ഇവിടെയും മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ക്രാക്കാണ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുക. ഇതാണ് പ്രോഡ്സ്. ആ ഇലക്ട്രോഡ്സ് ആണ് ഈ കാണുന്നത്. ഇതാണ് നമ്മൾ പിടിക്കുന്ന ഹാൻഡിൽ. ഇനി പ്രോഡ്സ് ആർ ടിപ്പിക്കലി മെയ്ഡ് ഫ്രം കോപ്പർ ആൻഡ് ഹാവ് ആൻ ഇൻസുലേറ്റഡ് ഹാൻഡിൽ ഫോർ ദ ഓപ്പറേറ്റർ. അപ്പം അതിലെ ആ ഒരു ഇലക്ട്രോഡ് എന്ന് പറയുന്നത് കോപ്പർ കൊണ്ടാണ്. അതുപോലെ തന്നെ ഇൻസുലേറ്റഡ് ആയിട്ടുള്ളൊരു ഹാൻഡിലുണ്ടാകും, ട്രിഗർ സ്വിച്ച് ഉണ്ടാകും. ദെൻ പോർട്ടബിൾ കോയിൽസ്, അത് നമ്മൾ കണ്ടു. നമുക്ക് ലോങ്ങിറ്റ്യൂഡിൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ കോയിൽ യൂസ് ചെയ്യും. അപ്പോൾ പോർട്ടബിൾ കോയിൽസ് ആർ യൂസ് ടു എസ്റ്റാബ്ലിഷ് എ ലോങ്ങിറ്റ്യൂഡിൽ മാഗ്നറ്റിക് ഫീൽഡ് വിത്തിൻ എ കമ്പോണൻറ്റ്. ഈ കാണുന്ന രീതിയിൽ നമുക്കൊരു സർക്കുലർ ആയിട്ടുള്ളൊരു കോയിൽസ്, ഈ കാണുന്ന രീതിയിൽ സർക്കുലർ ആയിട്ടുള്ള കോയിൽസ് ഉണ്ടാകും. നമ്മൾ അതിനകത്ത് സ്പെസിമെൻ വെച്ച് സ്പെസിമെൻ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നു. ഇതാണ് സർക്കുലർ കോയിൽ. ഓക്കെ. ദ മാഗ്നറ്റിക് ഫീൽഡ് ഇൻ പാരലൽ ടു ദ ആക്സിസ് ഓഫ് ദ കമ്പോണൻറ്റ്. ഇപ്പോൾ കമ്പോണൻറ്റിൻ്റെ ആക്സിസിൽ പാരലായിട്ടായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുക. ഇനി ഇതിനെ കോയിൽസിൽ 3 to 5 ടേൺസ് കോപ്പർ കേബിളായിരിക്കും ഉണ്ടാകുക. ആ കോപ്പർ കേബിളിലേക്കായിരിക്കും നമ്മൾ കറണ്ട് പാസ് ചെയ്യുക. ഇനി അടുത്തതാണ് സ്റ്റേഷനറി മാഗ്നറ്റൈസേഷൻ എക്യുപ്മെൻറ്റ്. അപ്പോൾ നമുക്ക് സ്റ്റേഷനറി മാഗ്നറ്റൈസേഷൻ എക്യുപ്മെൻറ്റ് മീൻസ് നമുക്കത് പോർട്ടബിൾ അല്ല, നമുക്ക് ഹാൻഡ് ഹെൽഡ് അല്ല. നമുക്കത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സ്പേസിൽ വെച്ചുകൊണ്ട് നമ്മുടെ ടെസ്റ്റ് ചെയ്യേണ്ട സ്പെസിമെന് ആ ഒരു എക്യുപ്മെൻറ്റിൽ വെച്ച് ടെസ്റ്റ് ചെയ്യുക മാത്രമേ പോസിബിൾ ആയിട്ടുള്ളൂ. ദിസ് എക്യുപ്മെൻറ്റ് ഈസ് ഡിസൈൻഡ് ഫോർ യൂസ് ഇൻ ലബോറട്ടറി ഓർ പ്രൊഡക്ഷൻ എൻവയോൺമെൻറ്റ്. ഈ ഒരു മാഗ്നറ്റൈസേഷൻ എക്യുപ്മെൻറ്റിൽ നമുക്കൊരു ഹെഡ് സ്റ്റോക്ക് ഉണ്ടാകും, ഒരു ടെയിൽ സ്റ്റോക്ക് ഉണ്ടാകും. ഇതിനിടയ്ക്ക് നമ്മൾ സ്പെസിമെനെ വെക്കുന്നു. എന്നിട്ട് നമുക്ക് ഈ സ്പെസിമെനിൽ കൂടെ കറണ്ട് കടത്തി വിടുന്നു. അപ്പോൾ സർക്കുലർ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ദെൻ ആ സർക്കുലർ മാഗ്നറ്റിക് ഫീൽഡ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ സ്പെസിമെൻ ടെസ്റ്റ് ചെയ്യുന്നു. ദ മോസ്റ്റ് കോമൺ സ്റ്റേഷനറി സിസ്റ്റം ഈസ് ദ വെറ്റ് ഹൊറിസോണ്ടൽ യൂണിറ്റ്. ദിസ് യൂണിറ്റ് ഈസ് പ്രൊവൈഡഡ് വിത്ത് എ ഫിക്സഡ് ഹെഡ് സ്റ്റോക്ക് ആൻഡ് എ സ്ലൈഡിംഗ് ടെയിൽ സ്റ്റോക്ക്. അപ്പോൾ ഇവിടെ ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഹെഡ് സ്റ്റോക്ക് ഉണ്ടാകും, ടെയിൽ സ്റ്റോക്ക് ഉണ്ടാകും. അത് നമുക്ക് മൂവ് ചെയ്യാൻ സാധിക്കും. വർക്ക് പീസിൻ്റെ സ്പെസിമെൻ്റെ സൈസ് അനുസരിച്ച് നമുക്ക് ഈ ടെയിൽ സ്റ്റോക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് കറണ്ട് പാസ് ചെയ്യുന്നു, മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ദെൻ ഇവിടെ നമുക്ക് മാഗ്നറ്റിക് പാർട്ടിക്കിൾസ് പ്രൊവൈഡ് ചെയ്യാൻ, അത് മോസ്റ്റ്ലി വെറ്റ് പാർട്ടിക്കിൾസ് ആയിരിക്കും, പ്രൊവൈഡ് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ ഉണ്ടാകും. ദ പാർട്ടിക്കിൾ ഈസ് പ്ലേസ്ഡ് ബിറ്റ്വീൻ ദ ഹെഡ് സ്റ്റോക്ക് ആൻഡ് ടെയിൽ സ്റ്റോക്ക്. അതിനുശേഷം കറണ്ട് പാസ് ചെയ്യുന്നു. ദെൻ സർക്കുലർ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതിനുശേഷം വെറ്റ് മാഗ്നറ്റിക് പാർട്ടിക്കിൾ സൊല്യൂഷൻ നമ്മൾ ആ സ്പെസിമെനിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ മാഗ്നറ്റിക് പാർട്ടിക്കിൾസ് അട്രാക്റ്റഡ് അറൗണ്ട് ദ ലീക്കേജ് ഫീൽഡ്സ്. നമുക്കറിയാം എവിടെയാണോ ലീക്കേജ് ഫീൽഡ് ഉള്ളത് അവിടെ മാഗ്നറ്റിക് പാർട്ടിക്കിൾ അട്രാക്റ്റ് ആവുന്നു, അവിടെ കൂടിച്ചേർന്നിരിക്കുന്നു. അപ്പോൾ നമുക്ക് അകത്തു നിന്ന് ഡിഫക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുന്നു. അപ്പോൾ ഇവിടെ ഈ സ്റ്റേഷനറി സിസ്റ്റത്തിൽ നമുക്ക് വിസിബിളായിട്ടുള്ള ലിക്വിഡ് ടൈപ്പ് മാഗ്നറ്റിക് പാർട്ടിക്കിൾ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ലിക്വിഡ് സസ്പെൻഡഡ് മാഗ്നറ്റിക് പാർട്ടിക്കിൾ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഫ്ലൂറസെൻ്റ് ടൈപ്പും യൂസ് ചെയ്യാം. അടുത്തതാണ് പോർട്ടബിൾ പവർ സപ്ലൈസ്. പോർട്ടബിൾ പവർ സപ്ലൈസ് ആർ യൂസ് ടു പ്രൊവൈഡ് ദി നെസസറി ഇലക്ട്രിസിറ്റി ടു ദ പ്രോഡ്സ്, കോയിൽസ് ഓർ കേബിൾസ്. നമുക്കറിയാം ഇലക്ട്രോ മാഗ്നറ്റിക് യോക്ക് ആയിക്കോട്ടെ, അല്ലെങ്കിൽ പ്രോഡ്സ് ആയിക്കോട്ടെ, കോയിൽസ് ആയിക്കോട്ടെ, ഇനി അതല്ല നമ്മൾ യൂസ് ചെയ്യുന്ന കണ്ടക്ടർ ആയിക്കോട്ടെ, ഇവത്തിലെല്ലാം നമുക്ക് ത്രെഡിങ് ബാർ ആയിക്കോട്ടെ, ഇവത്തിലൊക്കെ നമുക്ക് ഇലക്ട്രിസിറ്റി ആവശ്യമാണ്. അപ്പോൾ അതിന് വേണ്ട ഒരു സ്റ്റേഷനറി പവർ സപ്ലൈ, അല്ലെങ്കിൽ നമുക്ക് പോർട്ടബിളായിട്ട് ഹാൻഡ് ഹെൽഡ് എന്ന രീതിയിൽ കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു പവർ സപ്ലൈ ഉണ്ടാവണം. എങ്കിലും നമുക്ക് ഈ ഡിവൈസസ് ആക്ടിവേറ്റ് ആക്കാൻ പറ്റുള്ളൂ. അപ്പോൾ സ്മോൾ പവർ സപ്ലൈസ് ജനറലി പ്രൊവൈഡ് അപ് ടു 1500 ആംപിയർ.
ദ പവർ സപ്ലൈസ് ക്യാൻ ബി ഓപ്പറേറ്റഡ് ഓൺ ബോത്ത് എ സി ആൻഡ് ഡി സി. അപ്പോൾ എ സി അല്ലെങ്കിൽ ഡി സി സോഴ്സ്. ഡി സി അതൊരു ബാറ്ററി ആകാം. അപ്പോൾ ഒരു പർട്ടിക്കുലർ ആംബിയർ പർട്ടിക്കുലർ വോൾട്ടേജ് ഉള്ള ഒരു പവർ സോഴ്സ് ഉണ്ടാവണം എപ്പോഴും. എങ്കിൽ മാത്രമേ നമുക്ക് MBA പ്രോസസ്സിൽ വർക്ക് ചെയ്യാൻ സാധിക്കൂ. When higher power is required, mobile power supplies are used. These are capable of operating with 120 volt or 240 volt and can provide up to 6000 ampere. ഇപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ എന്താണോ അതനുസരിച്ച് വേണ്ട സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു പവർ സോഴ്സ്, ഒരു പോർട്ടബിൾ ആയിട്ടുള്ളൊരു പവർ സോഴ്സ് എപ്പോഴും ഉണ്ടാവണം. എങ്കിലേ മാഗ്നറ്റിക് പാർട്ടിക്കിൾ ഇൻസ്പെക്ഷനിൽ നമുക്ക് മാഗ്നറ്റൈസേഷൻ എക്യുപ്മെൻറ്റ് വർക്ക് ചെയ്യാൻ സാധിക്കൂ. ദെൻ ലൈറ്റിംഗ് എക്യുപ്മെൻറ്റ്. നമുക്കറിയാം എവിടെയെങ്കിലും മാഗ്നറ്റിക് പാർട്ടിക്കിൾ അട്രാക്റ്റായി കൂടിയിരുന്നാൽ നമുക്കത് കാണണമെങ്കിൽ ഒരു പ്രോപ്പറായിട്ടുള്ള ലൈറ്റ് വേണം. ഡേ ലൈറ്റ് ആകാം അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ലൈറ്റ് ആകാം. ഇനി ഫ്ലൂറസെൻ്റ് മെറ്റീരിയൽ ആണെങ്കിൽ നമുക്കത് വ്യൂ ചെയ്യണമെങ്കിൽ നമുക്ക് UV ലൈറ്റ് വേണം. മാഗ്നറ്റിക് പാർട്ടിക്കിൾ ഇൻസ്പെക്ഷൻ ഈസ് ബേസിക്കലി എ വിഷ്വൽ ഇൻസ്പെക്ഷൻ മെത്തേഡ് ആഫ്റ്റർ മാഗ്നറ്റൈസിങ് ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് മെറ്റൽ പൗഡർ. Therefore, sufficient lighting is important. ഇവിടെ നമ്മൾ മാഗ്നറ്റിക് പാർട്ടിക്കിൾ അപ്ലൈ ചെയ്തതിന് ശേഷം ക്രാക്ക് ഡിറ്റക്റ്റ് ചെയ്യുന്നത് വിഷ്വൽ ഇൻസ്പെക്ഷനിലൂടെയാണ്. വിഷ്വൽ ഇൻസ്പെക്ഷൻ മീൻസ് എവിടെയാണ് മാഗ്നറ്റിക് പാർട്ടിക്കിൾ അട്രാക്റ്റായി അക്യുമുലേറ്റ് ചെയ്തിരിക്കുക അല്ലെങ്കിൽ കൂടിയിരിക്കുക. അപ്പോൾ ആ ഒരു പോർഷൻ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻസ്. അപ്പോൾ അതിങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ പ്രോപ്പറായിട്ടൊരു ലൈറ്റിംഗ് അറേഞ്ച്മെൻറ്റ് ആവശ്യമാണ്. The lighting requirements are different for inspection with colored or fluorescent particle. നമുക്കറിയാം കളേർഡ് ആയിട്ടുള്ള കോട്ടഡ് ആയിട്ടുള്ള മാഗ്നറ്റിക് പാർട്ടിക്കിൾസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് വിസിബിൾ ലൈറ്റോ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ലൈറ്റോ മതി. പക്ഷേ ഫ്ലൂറസെൻറ്റ് പാർട്ടിക്കിൾ ആകുമ്പോൾ നമുക്കത് UV ലൈറ്റ് ആയിട്ടുള്ള ഒരു അറേഞ്ച്മെൻറ്റ് വേണം, ഡാർക്ക് ആയിട്ടുള്ളൊരു റൂം വേണം, തുടങ്ങിയ കാര്യങ്ങൾ. ലൈറ്റിംഗ് ഫോർ വിസിബിൾ കളേർഡ് പാർട്ടിക്കിൾസ്. വെൻ കളേർഡ് പാർട്ടിക്കിൾസ് ആർ യൂസ്ഡ്, ഓർഡിനറി ഡേ ലൈറ്റ് എനഫാണ്. അതല്ലെങ്കിൽ നമുക്ക് ആർട്ടിഫിഷ്യൽ ലൈറ്റിങ്ങും യൂസ് ചെയ്യാം. ടു മാനേജ് വിത്ത് ആർട്ടിഫിഷ്യൽ ലൈറ്റ് എ സ്ട്രോങ് ഹാൻഡ് ലാമ്പ്, ഹാലജൻ ബൾബ് ഓർ LED ലാമ്പ് അതൊക്കെ നമുക്ക് യൂസ് ചെയ്ത് സ്യൂട്ടബിൾ ആയിട്ടുള്ള ലൈറ്റിങ്ങിലൂടെ നമുക്കത് കാണാം. ലൈറ്റിംഗ് ഫോർ ഫ്ലൂറസെൻറ്റ് പാർട്ടിക്കിൾസ്. വെൻ മാഗ്നറ്റിക് പാർട്ടിക്കിൾ ടെസ്റ്റിംഗ് ഈസ് ക്യാരിഡ് ഔട്ട് വിത്ത് ഫ്ലൂറസെൻറ്റ് പാർട്ടിക്കിൾസ്, സഫീഷ്യൻ്റ്ലി സ്ട്രോങ് അൾട്രാ വയലറ്റ് ലൈറ്റ് മസ്റ്റ് ബി അവൈലബിൾ. അപ്പോൾ നമുക്ക് UV ലൈറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ആ ഫ്ലൂറസൻസ് കാണാൻ പറ്റൂ. അപ്പം അത് ആ ബ്രൈറ്റ് ആയിട്ടുള്ള സ്പോട്ടുകൾ ഏതൊക്കെയെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ്, സെൻസിറ്റിവിറ്റി. എന്താണ് സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ? MBA മെത്തേഡ്സ് ആർ സെൻസിറ്റീവ് മീൻസ് ഓഫ് ലൊക്കേറ്റിംഗ് സ്മോൾ ആൻഡ് ഷാലോ സർഫസ് ക്രാക്സ് ഇൻ ഫെറോമാഗ്നറ്റിക് കമ്പോണൻസ്. സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എത്ര ചെറിയ ക്രാക്ക് അല്ലെങ്കിൽ ഡിസ്കണ്ടിന്യൂറ്റി അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഒരു സിസ്റ്റത്തിന് പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. മീൻസ് ഒരു സിസ്റ്റം സെൻസിറ്റിവിറ്റി കൂടുക മീൻസ് അതിന് വളരെ മൈന്യൂട്ടായിട്ടുള്ള ക്രാക്സ് വരെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ MBAയുടെ സിസ്റ്റം സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ആ ഫെറോമാഗ്നറ്റിക് മെറ്റീരിയലിൻ്റെ സർഫസിലോ അല്ലെങ്കിൽ സബ് സർഫസിലോ ഉള്ള വളരെ മൈന്യൂട്ടായിട്ടുള്ള ക്രാക്സുകൾ വരെ ഐഡൻറ്റിഫൈ ചെയ്യാൻ അതിന് സാധിക്കുന്നെങ്കിൽ അതിൻ്റെ സെൻസിറ്റിവിറ്റി കൂടുതലായിരിക്കും. Many fine cracks of size less than 0.02 mm deep can be located using the sensitivity of MBA. അപ്പോൾ അത്രയും ചെറിയ 0.02 mm ഡീപ്പിലുള്ള അത്രയും ക്രാക്ക്, മൈന്യൂട്ടായിട്ടുള്ള ക്രാക്കുകൾ വരെ, അത്രയും വളരെ സർഫസിലോട് ചേർന്നിരിക്കുന്ന ക്രാക്കുകൾ വരെ ഡിറ്റക്റ്റ് ചെയ്യാൻ ഈ MBA മെത്തേഡിന് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ സെൻസിറ്റിവിറ്റി കൂടുതലാണ്. ഡിറ്റക്റ്റബിലിറ്റി ജനറലി ഇൻവോൾവ്സ് എ റിലേഷൻ ബിറ്റ്വീൻ സർഫസ് ഓപ്പണിംഗ് ആൻഡ് ഡെപ്ത്ത്. അതായത് നമുക്ക് സർഫസിൽ എത്ര ഓപ്പൺ ആയിരിക്കുന്നു, അതിൻ്റെ ഡെപ്ത്ത് എത്രയുണ്ട് എന്നതിനെ ആശ്രയിച്ചാണ് നമുക്കത് ഡിറ്റക്റ്റ് ചെയ്യുന്നതിൻ്റെ എളുപ്പം. ഇനി സിസ്റ്റം സെൻസിറ്റിവിറ്റി കൂടിയ ഒരു സിസ്റ്റമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എങ്കിൽ നമുക്ക് വളരെ മൈന്യൂട്ടായിട്ടുള്ള ക്രാക്സ് ആണെങ്കിലും അത് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളത് എളുപ്പമാണ്. ഓക്കെ. ടു ഫൈൻഡ് മൈന്യൂട്ട് ക്രാക്സ് ഓർ സബ്സർഫസ് ഫ്ലോസ് ദ ഫ്ലക്സ് ലെവൽ ഷുഡ് ബി ഹൈ. അപ്പോൾ നമുക്ക് സർഫസിലുള്ള മൈന്യൂട്ടായിട്ടുള്ള ക്രാക്സ് വരെ കാണണമെങ്കിൽ നമുക്ക് ഫ്ലക്സ് ലെവൽ ഹൈ ആയിരിക്കണം സർഫസിൽ. അതിന് നമ്മൾ AC സോഴ്സ് യൂസ് ചെയ്തുകൊണ്ട് സർഫസിലുള്ള ഫ്ലക്സ് ലെവൽ കൂട്ടി നമ്മളത് ഡിറ്റക്റ്റ് ചെയ്യും. ഇനി ഓൾസോ സെൻസിറ്റിവിറ്റി ഡിപ്പെൻഡ്സ് ഓൺ ദ ടൈപ്പ് ഓഫ് കറണ്ട് യൂസ്ഡ്. നമുക്കറിയാം AC സോഴ്സ് യൂസ് ചെയ്യുവാണെങ്കിൽ കൂടുതലും സർഫസിന് വേണ്ടിയുള്ള സർഫസിൽ സെൻസിറ്റിവിറ്റി കൂടുക
കൂടുതലാണ് എ സി സോഴ്സിന്. ബട്ട് സബ് സർഫസിലാണ് ഡി സി സോഴ്സിന് കൂടുതൽ സെൻസിറ്റിവിറ്റി വരിക. ഇനി വേരിയസ് ടെസ്റ്റ് ഹൗ കൺക്ലൂസീവ്ലി പ്രൊവൈഡ് ദ ഫോളോയിങ് ഇൻഫർമേഷൻ. ഈ ഒരു ഇൻഫർമേഷൻ നമുക്ക് ശ്രദ്ധിക്കാം. എ സി മാഗ്നറ്റൈസേഷൻ, എ സി സോഴ്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അത് സർഫസ് ഡിഫക്റ്റിനാണ് കൂടുതൽ സെൻസിറ്റീവ് ആകുക അല്ലെങ്കിൽ എഫക്റ്റീവ് ആകുക. എ സി മാഗ്നറ്റൈസേഷൻ ഈസ് നോട്ട് എഫക്റ്റീവ് ഫോർ സബ് സർഫസ് ഡിഫക്റ്റ്. അപ്പോൾ സബ് സർഫസ് ഡിഫക്റ്റിൽ അത് സ്യൂട്ടബിൾ അല്ല. ഡി സി സോഴ്സ് അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ഓർ ഹാഫ് വേവ് യൂസ്ഡ് ഫോർ സബ് സർഫസ് ഡിഫക്റ്റ്. അപ്പോൾ ഡി സി സോഴ്സ് എന്ന് പറയുമ്പോൾ സബ് സർഫസ് ഡിഫക്റ്റിനാണ് അത് കൂടുതൽ സ്യൂട്ടബിൾ. ഹാഫ് വേവ് ഡി സി എന്ന് പറയുന്നത് സുപ്പീരിയർ പെനട്രേഷൻ ആസ് കമ്പയർഡ് ടു സ്ട്രെയിറ്റ് ഡി സി. അതുപോലെ തന്നെ ഹാഫ് വേവ് ഡി സി ഡ്രൈ മെത്തേഡ് ഗിവ്സ് ദ ഗ്രേറ്റസ്റ്റ് പെനട്രേഷൻ. അപ്പോൾ ഹാഫ് വേവ് ഡി സി ആണെങ്കിൽ പെനട്രേഷൻ ലെവൽ മീൻസ് സബ് സർഫസ് ഡിഫക്റ്റുകൾ ഡിറ്റക്റ്റ് ചെയ്യുന്നതിൽ അതിൻ്റെ സെൻസിറ്റിവിറ്റി എന്ന് പറയുമ്പോൾ കൂടുതലായിരുന്നു. ഈ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ചെക്കിംഗ് ഡിവൈസസ് ഓഫ് MBA പഠിക്കും. താങ്ക് യു.